പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. LNG വാങ്ങൽ കരാറിൽ അബുദാബിയിലെ അഡ്നോക്കുമായി ഇന്ത്യ ഒപ്പുവയ്ക്കും. പ്രതിവർഷം 1.2 മില്യൺ ടൺ വരെ LNG വാങ്ങാനാണ് പദ്ധതി. വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിനായി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 പൊതുമേഖലാ എണ്ണ കമ്പനികൾ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്ന് ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങുന്നതിനുള്ള കരാറിൽ ഈ ആഴ്ച ഒപ്പുവയ്ക്കും. രാജ്യത്തെ ഏറ്റവും വലിയ റിഫൈനറായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അഡ്നോക്കിൽ നിന്ന് പ്രതിവർഷം 1.2 മില്യൺ ടൺ വരെ LNG വാങ്ങും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഏപ്രിൽ മുതൽ 5 വർഷത്തിനുള്ളിൽ UAE കമ്പനിയിൽ നിന്ന് 2.5 ദശലക്ഷം ടൺ ഇന്ധനം സ്വീകരിക്കാനാണ് പദ്ധതി. ഇത് 5 വർഷം കൂടി നീട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. LNG വാങ്ങുന്നവരെ സുരക്ഷിതമാക്കാൻ ഖത്തറുമായി മത്സരിക്കുന്ന അഡ്നോക്ക് അവരെക്കാൾ കുറഞ്ഞ വിലയും കൂടുതൽ മികച്ച നിബന്ധനകളുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. UAE അതിന്റെ LNG കയറ്റുമതി ശേഷി പ്രതിവർഷം 5.8 ദശലക്ഷത്തിൽ നിന്ന് 15.4 ദശലക്ഷം ടണ്ണായി ഉയർത്തുന്നു. റുവൈസിലെ പുതിയ പദ്ധതിയിൽ നിന്നുള്ള ആദ്യത്തെ ചരക്ക് 2028 കയറ്റുമതി ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് പൗരത്വം നിരസിക്കുമെന്ന UK. സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയേക്കും. ചെറിയ ബോട്ടുകളിൽ എത്തുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് പിന്നീട് പൗരത്വം ലഭിക്കുന്നത് അസാധ്യമാക്കുന്നതിന് എമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കുകയാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞു. പുതിയ മാർഗനിർദ്ദേശപ്രകാരം കടൽ വഴി വരുന്നതോ വാഹനങ്ങളുടെ പിന്നിൽ ഒളിച്ചു കടക്കുന്നതോ ആയ കുടിയേറ്റക്കാർക്ക് പൗരത്വം നിഷേധിക്കപ്പെടും. UK-യിലെ കുടിയേറ്റം കുറയ്ക്കാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ ലേബർ സർക്കാർ സമ്മർദ്ദത്തിലാണ്. തുടർന്നാണ് നടപടി കർക്കശമാക്കുന്നത്. എന്നാൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതിനെ ചില ലേബർ MPമാർ വിമർശിച്ചു. അനധികൃതമായി എത്തിയവരെ തിരിച്ചയക്കുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾക്ക് വിസ നൽകില്ലെന്നും മുന്നറിയിപ്പുണ്ട്. UK-യുടെ നാടുകടത്തൽ പദ്ധതിയുമായി സഹകരിച്ചില്ലെങ്കിൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് എമിഗ്രേഷൻ മന്ത്രി ആഞ്ചലെ ഈഗിൾ പറഞ്ഞു. കുറ്റകൃത്യം ചെയ്തവരെയും അനധികൃതമായി പ്രവേശിച്ചവരെയുമാണ് ഇപ്പോൾ നാടുകടത്തുന്നത്. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഇടയിലുള്ള ചാനലിൽ 2024 36,816 അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി. 2023 29,437 നിന്ന് 25% വർധനവുണ്ടായതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന നെതന്യാഹു. ഹമാസിന് ഇസ്രായേലിന്റെ കർശന മുന്നറിയിപ്പ്. ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നീട്ടിവെക്കുകയാണെന്ന് ഹമാസിന്റെ പ്രഖ്യാപനത്തിന് മറുപടിയായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ബന്ദികളുടെ മോചനം വൈകിയാൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന സൂചനയും നെതന്യാഹു നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ തടവിൽ ബാക്കിയുള്ള 76 ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണോ അതോ ശനിയാഴ്ച മോചിപ്പിക്കാനിരിക്കുന്ന 3 പേരെ മാത്രം മോചിപ്പിക്കണമെന്നാണോ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ തുടരാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഹമാസ് പ്രതികരിച്ചു. എന്നാൽ കരാർ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും താമസമോ സങ്കീർണതയോ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഇസ്രായേലായിരിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ വിദേശികളുടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. നടപടി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകും. ഏപ്രിൽ 1 മുതൽ മലിനജല ഫീസ് ഏർപ്പെടുത്താൻ ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനിച്ചതോടെയാണ് ചാർജ് കൂടുന്നത്. 1 ഗാലൻ വെള്ളം ഉപയോഗിച്ചാൽ 1.5 ഫിൽസ് മലിനജല ഫീസ് അടയ്ക്കണം. സ്വദേശികൾ ഈ നിരക്ക് അടയ്ക്കേണ്ടതില്ല. ദുബായിലും അബുദാബിയിലും ഈ ചാർജ് നിലവിലുണ്ട്. ഷാർജയിലും ഇതേ നിയമം നടപ്പിലാക്കുന്നതോടെ പ്രവാസികൾക്ക് തിരിച്ചടിയാകും. ഷാർജ കിരീടാവകാശിയും ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് പുതിയ തീരുമാനം അറിയിച്ചത്. കുറഞ്ഞ വൈദ്യുത ജലനിരക്കുകൾ ഷാർജയുടെ പ്രത്യേകതയായിരുന്നു. അതിനാൽ തന്നെ മലയാളികൾ ഉൾപ്പെടെ ധാരാളം പ്രവാസികളാണ് ഇവിടെ താമസിക്കുന്നത്. പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ ഇവരെല്ലാം ബുദ്ധിമുട്ടിലാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ആഗോള നേട്ടം കൈവരിച്ച് സൗദി അറേബ്യ. AI സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച മുന്നേറ്റമാണ് ഈ അംഗീകാരത്തിന് അർഹമാക്കിയത്. ആഗോളതലത്തിൽ 11ാം സ്ഥാനവും അറബ് മേഖലയിൽ 1ാം സ്ഥാനവും സൗദി നേടിയതായി ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റി ഇൻഡെക്സ് വ്യക്തമാക്കുന്നു. പാരീസിൽ നടന്ന AI ആക്ഷൻ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ സയൻസ് ആൻഡ് സൊസൈറ്റി കോൺഫറൻസിലാണ് ഈ നേട്ടം പ്രഖ്യാപിച്ചത്. ഈ കോൺഫറൻസിൽ സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി പങ്കെടുത്തിരുന്നു. ബ്രിട്ടനിലെ AI ഉച്ചകോടി, ദക്ഷിണ കൊറിയയിലെ സോൾ AI ഉച്ചകോടി എന്നിവയിൽ സൗദിയുടെ പ്രകടനം 1ാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിന് പ്രേരകമായി.
സൗദി വിഷൻ 2030യോടുള്ള പ്രതിബദ്ധത AI മേഖലയിലെ മുന്നേറ്റത്തിന് കാരണമായി. ആഗോളതലത്തിൽ ഡിജിറ്റൽ പരിവർത്തനത്തിനും സാങ്കേതിക നവീകരണത്തിനും AI സുരക്ഷ വർദ്ധിപ്പിക്കാൻ സൗദി വേണ്ട നടപടികൾ സ്വീകരിച്ചത് ഗുണകരമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദ് സീസണിലേക്ക് സന്ദർശക പ്രവാഹം. സന്ദർശകരുടെ എണ്ണം 19 കോടിയിലെത്തി. ഈ വർഷത്തെ റിയാദ് സീസൺ ഫെസ്റ്റിവൽ പൊടിപൊടിക്കുകയാണ്. രാജ്യത്തിനകത്തും പുറത്തുനിന്നും ധാരാളം പേരാണ് ഇവിടേക്കെത്തുന്നത്. ബൊളിവാർഡ് വേൾഡ്, BLVD റൺവേ, ബൊളിവാർഡ് സിറ്റി എന്നീ സോണുകളിൽ സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിനോദ പരിപാടികൾ, വിവിധതരം ഗെയിമുകൾ എന്നിവയും ഇവിടെ അരങ്ങേറും. 2024 ഒക്ടോബർ 12 ആരംഭിച്ച സീസൺ 2025 മാർച്ച് വരെ നീണ്ടുനിൽക്കും. അറബ് മേഖലയിലെയും ലോകത്തെയും ഏറ്റവും വലിയ വിനോദ സീസണുകളിൽ ഒന്നായാണ് റിയാദ് സീസണിന്റെ 5ാം പതിപ്പ് അറിയപ്പെടുന്നത്. ആഗോള ഇവന്റുകളുടെ പ്രദർശനവും റിയാദ് സീസണിലുണ്ട്. ഇത് ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു. ബോക്സിംഗ്, ഗുസ്തി, കച്ചേരികൾ, ഫൈൻ ഡൈനിംഗ് റെസ്റ്റോറന്റുകൾ എന്നിവ റിയാദ് സീസണിൽ സന്ദർശകർക്ക് പ്രിയങ്കരമാകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.